അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 55ാമത്തെ ബാബ് സുഹുദിന്റെ ശ്രേഷ്ഠത്തെ വിവരിക്കുന്ന ബാബ്. ഇതായിട്ട് ഞങ്ങൾ വിവരിച്ചു വന്നുകൊണ്ടുള്ള ഇന്ന് 462ാമത്തെ ഹദീസ് വിവരിക്കോപ്പുണ്ട്. ഈ ഹദീസിൽ വിവരിക്കോപ്പേണ്ടത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മുഅ്മിനായ മനുഷ്യർക്ക് ചിലപ്പോൾ ദുനിയാവിൽ കഷ്ട കൊടുക്കും. ചില അവനക്ക് വിഷമങ്ങളിക്കും ബേജാറുകളിക്കും കഷ്ടിക്കും. അതേ സമയത്ത് ഒരു കാഫിറായ മനുഷ്യ അല്ലെ നരകത്തേക്ക് പോകേണ്ടവന് ഭയങ്കര കൊശിയും സന്തോഷം ദുനിയാവിൽ ആഡംബരങ്ങളും സ്വത്തുക്കളും വയ്ക്കും. ദുനിയാവിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല റഹ്മാനായിട്ട് ചെന്നെങ്കിലൂടെ ആര് ഇബാദത്തിനാണ് അള്ളാഹുടെ കൊണ്ട് വിശ്വസിച്ചിടാന എന്ന് നോക്കിയിട്ടല്ല അള്ളാഹു നിഅമത്ത് ചെയ്ത്, അള്ളാഹു ശുക്ർ ചെയ്ത്, അള്ളാഹു നിഅമത്ത് ചെയ്ത്, റഹ്മത്ത് ചെയ്ത്. ഇവിടെ എല്ലാവർക്കും അള്ളാഹ് റഹ്മത്ത് ചെയ്ത ആഖിറത്തിൽ ഈമാൻ നിങ്ങൾക്ക് മാത്രമായിട്ട് അള്ളാഹു റഹ്മത്ത് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഈ ഹദീസിൽ വിവരിക്കോ പോകേണ്ടത് നരകത്തുക്ക് പോകേണ്ട ഒരു വ്യക്തി അവൻ ദുനിയാവിൽ ഭയങ്കര നിയമത്തിലല്ല ഇന്നവൻ. ദുനിയാവിൽ അവനക്ക് ഭയങ്കര സ്വത്തിന്ത് സമ്പത്തിന്ത് എല്ലാ സുഖവും ഇന്ത്. അങ്ങനെയുള്ള വ്യക്തി അവൻ നരകത്തുക്ക് പോകേണ്ടവനായിട്ടിരിക്കണ. അങ്ങനെയുള്ള അവൻ്റെ വിളിച്ചിട്ട് ഖിയാമത്തിനാറിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നരകത്തുക്ക് ഒരു മുക്കൽ മുക്കിയിട്ട് അള്ളാഹു എടുക്കിട്ട് കേൾക്കടാ, നിക്കെന്തെങ്കിലും ഹൈറ് നീ ഇത്തരത്തോലെ കണ്ടേ, നിക്കെന്തെങ്കിലും ഒരു നിയമത്ത് കിട്ടിടാ. അപ്പം ചൊല്ല ഇല്ല റബ്ബേ, കാരണം ഉനക്ക് ദുനിയാവിലോ സ്വത്തിന്ത് സമ്പത്തിന്ത് എല്ലാ നിയമത്തിന്ത്. പക്ഷെ നരകത്തവർക്ക് മുഖ്യ എടുക്കലോ എടുക്കടെ അല്ല കേൾക്കടേ, എന്തെങ്കിലും എനിക്ക് ಖುಷಿ എന്തെങ്കിലും ഹൈറ് നിയമത്ത് എന്തെങ്കിലും കിട്ടിടാറുണ്ട്. അപ്പം അവൻ ചൊല്ലേ ഇല്ല റബ്ബേ. ദുനിയ ഒരിക്കൽ മുക്കളോട് കൂടെ അവനക്ക് അതിൻ്റെതായ ചെറിയ ഒരു ഇത് മാത്രം നരകത്ത് മുക്കിയെടുക്കുക. അപ്പോൾ ഇതൊന്നും അവന് ഹൈറായിട്ടില്ല, ഇതൊന്നും കിട്ടിയതല്ല, ഇതൊന്നും നിയമത്ത്, ഇതൊന്നും ശാശ്വതമല്ല. നിയമത്ത് ഇത് ദായിമാവുന്നതും അല്ല, ഇത് ശാശ്വതമായിട്ട് കിട്ടുന്നതല്ല, ഇതിലെന്തോ ഒരു പ്രയോജനം ഇല്ല ദുനിയാവിൽ കിട്ടിയിട്ട് എന്നിട്ട് അവനൊപ്പം മനസ്സിലാവുകയെന്ന്. ദുനിയാവിന് ഭയങ്കര കഷ്ടത്തിൽ നിന്നൊരു മനുഷ്യൻ അവൻ സ്വർഗത്ത് പോകേണ്ടവനായിട്ട് ഓൻ്റെ അള്ളാഹു തആല സ്വർഗത്ത് കുറക്കെ കടത്തിട്ടെടുക്കൽ, മൃഗസല്ല സ്വർഗത്തിനെ കാട്ടിട്ടെടുക്കൽ. എന്നിട്ട് അവൻ്റെ കേൾക്കലേ നിൽക്കെന്നെ കഷ്ടം എന്താ, ദുനിയാവിൽ ചുമ കഷ്ടം അനുഭവിച്ചോണം. ഇല്ല റബ്ബേ, എന്തും ഇല്ല അവൻ ചൊല്ല. അപ്പോൾ ഇതൊന്നും ശാശ്വതമല്ല. ശാശ്വതമായത് ആഖിറത്തായിട്ട് ചിലപ്പോൾ ഈമാനുള്ള ആൾമാർക്ക് അല്ലെ മോമിനായ ആന്മാർക്ക് ചിലപ്പോൾ ചുമ കഷ്ടം അനുഭവിക്കേണ്ടി വരും. പക്ഷെ ആഖിറത്തിൽ വലിയ പ്രതിഫലമായിട്ട് കിട്ടുകൊണ്ട് ദുനിയാവിൽ കുറേ നിഅമത്തുകൾ കിട്ടിയ കാഫിരീങ്ങളോ അല്ലെങ്കിൽ നരകത്ത് പോകേണ്ട ആൾമാരിക്കോറും. പക്ഷേ നരകത്ത് പോലോട് കൂടെ ഇതൊന്നും നമുക്ക് നിഅമത്തല്ല, ഇതൊന്നും ഹൈറായിട്ട് എനിക്ക് കാണില്ല. അപ്പോൾ സുഹുദ്, അപ്പോൾ ദുനിയാവിൽ ചിലപ്പോൾ കഷ്ടവും ദുഃഖമല്ലേക്കും ബേജാറുകളൊക്കെ വയ്ക്കും. അപ്പോൾ അതെല്ലാം ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ അള്ളാഹുക്ക് വേണ്ടി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എന്താക്കണം, അള്ളാഹു തആല തന്ന നിഅമത്തുകളെ ഓർക്കുകയും അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുകയും അതുപോലെ ശുക്ർ നല്ലത് കിട്ടുമ്പോൾ അള്ളാഹുക്ക് ശുക്ർ ചെയ്യുകയും ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നെങ്കിൽ സബർ അള്ളാഹുക്ക് വേണ്ടി എടുക്കുകയും വേണം എന്നായിട്ടിക്കത്. ഇതിലൊക്കെല്ലാം നമുക്ക് പാഠം. ഇൻഷാ അല്ലാഹ് ഹദീസൊക്കെ നമുക്ക് പ്രവേശിക്കാം. 462 വഅൻഹു അബൂ സഈദ് അൽ ഖുദരി അനസ് റളിയല്ലാഹു അൻഹു ആയിട്ട് കാല അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു യുഅത ബി അൻഉമി അഹ്ലി ദുനിയ മിൻ അഹ്ലി നാർ. ദുനിയാവിൽ ഏറ്റവും നിഅമത്ത് കിട്ടിയ ആളുമാരെ, ദുനിയാവിൽ ഏറ്റവും നിഅമത്ത് കിട്ടിയ ഒരു മനുഷ്യരെ കൊണ്ടുവരപ്പെട്ട് മിൻ അഹ്ലി നാരി ഒരു നരകത്തിൽപ്പെട്ടവനായിട്ടിരിക്കണം. യൗമൽ ഖിയാമത്ത്, ഖിയാമത്തിനാൽ ഒരു നരകത്തിൽ പോണ്ടവൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ദുനിയാവിൽ ഭയങ്കര സ്വത്ത് നിഅമത്തിലിട്ടാണ്. ഫയസ്ബഹു ഫിന്നാരി സബ്ഗതൻ, അപ്പോൾ അവൻ്റെ നരകത്തേക്ക് ഒരു മുക്കൽ മുക്കിയിട്ട് അല്ലാഹു തആല എടുക്കണം. സുമ്മ യുഖാലു, പിന്നെ അവിടെ ഒരു ചോദ്യം, യബ്ന ആദം, മനുഷ്യ, അൽ റഅയ്ത ഖൈറൻ ഖത്തു, എന്തെങ്കിലും ഒരു ഹൈറിന് ഇത്തരത്തോളം കണ്ടേ? ഹൽ മർറ ബിക നഈമുൻ ഖത്തു, എന്തെങ്കിലും ഒരു നിയമത്തെ നിങ്ങൾക്ക് കിട്ടിടാ ഓൻ്റെ ടീ കേൾക്കണേ. ഫയഖൂൽ, അപ്പം പറയും ലാ, ഇല്ല, വല്ലാഹി യാ റബ്ബ്, യാ റബ്ബേ, എന്തും കിട്ടിയിട്ടില്ല. ബലിയാകന്ത്, കാറിന്ത്, സ്വത്തിന്ത്, സമ്പത്തിന്ത് എല്ലാം ദുനിയാവിലെന്ത് നരകത്ത് ഒക്കെ മുക്കിയെടുത്തിട്ടുണ്ട് ടീ കേൾക്കണേ. എന്തെങ്കിലും ഹൈറ് കിട്ടുക ഇല്ല റബ്ബേ എന്നോൻ ചൊല്ലാം.
അതാ കൊണ്ടുവരപ്പെട്ട് ബി അഷദ്ദിന്നാസി ബുഅസൻ ഫി ദുനിയ, ദുനിയാവിൽ അവൻ ഭയങ്കര കഷ്ടം അനുഭവിച്ചോ. മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിൽ കൊണ്ടവനായിട്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോണ്ട്. ഫയസ്ബഹു സബഗതം ഫിൽ ജന്ന, സ്വർഗത്തിലൊക്കെ ഇങ്ങനെ മുക്കിട്ട് അവൻ്റെ എടുക്കുക. ഫൈഖാലഹു, സ്വർഗത്തിൽ ആ നിഅമത്ത് മുക്കിയെടുക്കണമെന്ന് ചെന്നെങ്കിൽ അതിൽ ഒന്ന് നമുക്ക് കാട്ടിട്ട് കൊണ്ടേ അർത്ഥം. സ്വർഗത്തിലെ ചെറിയൊരു നിയമത്തെ അവനക്ക് കാട്ടിക്കൊടുത്തിട്ട് അപ്പം എടുക്കണേ. നരകത്തെ അതേപോലെ അവന് നരകത്ത് വന്ന് അവൻ്റെ കാട്ടിക്കൊടുത്തിട്ട് എടുത്തിട്ട് അവൻ്റെ ടീക്കേക്കണേ. അതന്നെ സ്വർഗത്ത് വന്ന് കടത്തി അവൻ്റെ എടുത്തിട്ട് കേൾക്കണേ. ഫയുഖാലു ലഹു യബ്ന ആദം അൽ റഅയ്ത ബുഅസൻ ഖത്തു, എന്തെങ്കിലും കഷ്ടം നിനക്ക് അനുഭവപ്പെട്ടിറ, അൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു, എന്തെങ്കിലും നിനക്ക് കഷ്ടപ്പാട് നിനക്ക് കടന്നു പോയിടാം. ഫയഖൂൽ, അപ്പം ചൊല്ല ലാ ഇല്ല, വല്ലാഹി അല്ലാഹു തന്ന സത്യം, മാ മർറ ബി ബുഅസുൻ ഖത്തു, ഒരു കഷ്ടപ്പാടും നല്ല കഴിഞ്ഞു പോയിട്ടില്ല. വലാ റഅയ്തു ശിദ്ദത്തൻ ഖത്തു, ഒരു കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ദുനിയാവിൽ ഒരുപാട് എന്തിനത് നമുക്ക് എന്തെങ്കിലും രോഗം കൊണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബേജാറ് കൊണ്ടോ കുറേ കഷ്ടം അനുഭവിച്ചോ. പക്ഷെ സ്വർഗത്ത് കാണലോട് കൂടി ഇതൊന്നും അവനക്ക് നിനക്കില്ല. നരകക്കാരനായ ഒരു മനുഷ്യ ദുനിയാവിൽ കുറെ ആഡംബരത്തിൽ ജീവിച്ചവൻ, പക്ഷെ നരകത്ത് പറലോട് കൂടെ ഒരു ഹൈറും അവന് കിട്ടിയിട്ടില്ല എന്നായിട്ടിരിക്കുക അവർക്ക് അവിടെ. പക്ഷെ അതങ്ങനെ തന്നെയായിട്ടിരിക്കുക. കാരണം ഇതൊന്നും ശാശ്വതമല്ല, അവിടുത്തുള്ളത് ശാശ്വതമായിട്ടിരിക്കുക. അപ്പോൾ ഈ ദുനിയാവിൽ ചിലപ്പോൾ എന്തെങ്കിലും സഹിക്കേണ്ടി വരും, അതൊക്കെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടാൻ കാര്യങ്ങളായിട്ടിരിക്കണം. അങ്ങനെ പോയി ചൊന്നു വന്നോട്ടുള്ളത് സുഹൂദിന്റെ ശ്രേഷ്ഠതയായിട്ടിരിക്കുക, അതൊക്കെ ശ്രേഷ്ഠതയുണ്ട്. അപ്പം ചിലപ്പോൾ മനുഷ്യന്മാരെന്താ കഷ്ടം അനുഭവിക്കിടങ്ങൾക്കുള്ളത് ആഖിറത്തിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറിനെയും സജ്ജനങ്ങളിലും സ്വാലിഹ്യങ്ങളിലും ഞങ്ങളെല്ലാവരെയും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു ഇസ്സത്തും റാഹത്തും സന്തോഷവും നൽകട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.